ഞങ്ങളുടെ റിസർച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. ദാവീദ് നഥാനെയും കാതറിനെയും നോക്കി. അന്നേരമാണ് മിറിയം വാതിൽക്കൽ വന്ന് നിന്നത്. കാതറിൻ മിറിയത്തെ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടു. ദാവി! കാതറിൻ വിളിച്ചതും അവൻ കൈകൾ ഉയർത്തി തടഞ്ഞു. ഇവ നീ പോയിക്കോളൂ. അവൾ അവിടെ നിന്ന് പോകുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന മിറിയത്തെ നോക്കി ചിരിച്ചു. മമ്മയ്ക്ക് പറയാൻ കാരണം കാണും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതെന്റെ തീരുമാനമാണ്. ദാവീദ് നഥാൻ ഏഥന്റെ തീരുമാനം. മമ്മ കാരണം പപ്പ മരിച്ച അവൾക്ക് മമ്മയുടെ മകൻ ജീവിതം കൊടുക്കുന്നുവെന്ന് കരുതിയാൽ മതി. ദാവീദ്! നഥാൻ എന്തോ പറയാൻ വന്നതും കാതറിൻ അവന്റെ കൈ പിടിച്ച് തടഞ്ഞു. ശരി, പക്ഷേ നീ നിന്റെ 26ാമത്തെ ജന്മദിനത്തിന് ശേഷം ഇസ്രായേൽ പോയി നിന്റെ കുടുംബത്തിന്റെ നിയമങ്ങൾ പഠിക്കണം, ആചാരങ്ങൾ പഠിക്കണം. എന്നിട്ട് നിനക്ക് കഴിയുമെങ്കിൽ ആ നിയമങ്ങൾ തെറ്റിക്കണം, തെറ്റിച്ച് ജീവിക്കണം, നിന്റെ അബ്ബയെ പോലെ. എങ്കിൽ മാത്രമേ നീ റിബേക്കയെ വിവാഹം കഴിക്കൂ. അല്ലാതെ നീ എത്ര ശ്രമിച്ചാലും നിനക്ക് നിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. കാതറിൻ മകനെ വെല്ലുവിളിച്ചു. പറയുന്നത് നിന്റെ മമ്മയല്ല, ഏഥന്റെ കാവൽക്കാരിയാണ്. എന്റെ തീരുമാനം തന്നെ നടക്കൂ. അവൻ അവിടെ നിന്നും പോയി. മിറിയം നഥാനെയും കാതറിനെയും നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. കാതറിൻ, നീ മോനെ ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുവാണോ? പോകണം. ഇസ്രായേൽ പോയ ശേഷം നഥാൻ ഡാനിയേൽ ഏഥന് വന്ന മാറ്റങ്ങൾ ദാവീദിനും വേണം. അവനെ ഇപ്പോൾ ഭരിക്കുന്നത് വെറും ഇമോഷൻസ് ആണ് നഥാൻ. അത് മാറി അവൻ ഏഥനാകണം. ശരി, പക്ഷെ റിബേക്ക? എനിക്ക് മാറ്റമില്ലാതിരുന്നത് നിന്റെ കാര്യത്തിൽ മാത്രമാ. അവൻ അങ്ങനെ ആയാലോ? നഥാൻ, അവൻ ഇമ്മാനുവൽ ഏഥനാണെന്ന് ഇടയ്ക്ക് നഥാൻ മറക്കുന്നു. ആര് വന്നാലും ഇമ്മാനുവലിന് എസ്തേറിൽ നിന്ന് മോചനമില്ല. അവൻ എസ്തേറിനെ തെരഞ്ഞു പോയിരിക്കും. അതിന് സേറയും ദാവീദും ഇസ്രായേൽ പോകണം, അവരുടെ മണ്ണിൽ. അവൾ അവനെ നോക്കി ചിരിച്ചു. സേറ, ഡ്രസ്സെല്ലാം എടുത്തു വെച്ചില്ലേ? നാളെ മോർണിംഗ് നമ്മൾ പോകും. വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അക്കു പറഞ്ഞു. ആ പപ്പ, എടുത്തു വെക്കണം. അവൾ ദാവീദിനെ നോക്കി. പോകണമെന്ന് നിർബന്ധമാണോ മോളെ? നഥാൻ ചോദിച്ചു. ആ അങ്കിൾ, പോകണം. ഞാൻ എൻ്റെ മമ്മയുടെയും പപ്പയുടെയും ഒപ്പം നിൽക്കുന്നതാ എനിക്കിഷ്ടം. അത് കേട്ടപ്പോൾ ദാവീദ് അവളെ നോക്കി. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. മിറിയം എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഷെൽഫിൽ നിന്ന് ബാഗ് എടുത്ത് ബെഡിൽ വെച്ച് അത് തുറന്ന് ഡ്രസ്സ് ഓരോന്നായി എടുത്ത് അതിലേക്ക് വെച്ചു. അവൾ കുറച്ച് സ്കാർഫ് എടുത്ത് ഒരു കവറിലാക്കി മാറ്റിവെച്ചു. തന്റെ ബാംഗിൾസിന്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് കുറെ വളകൾ എടുത്ത് മാറ്റിവെച്ചു. കുറെ കമ്മലുകൾ, മാലകൾ എല്ലാം മിറിയം മാറ്റിവെച്ച് ബാക്കിയുള്ളതെല്ലാം അവൾ തന്റെ ബാഗിൽ വെച്ചു. ബാഗിന്റെ സിബ് പൂട്ടി അവൾ ബെഡിലിരുന്നു. സേറ, ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ? അവൾ മൂളി. ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ നേരെ നോക്കിയിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. സെറ, നീ കരയുകയാണോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കരഞ്ഞിട്ട് എന്താ കാര്യം? ദാവി അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. പിന്നെ ഞാൻ എന്തിനാ കരയുന്നത്? കരഞ്ഞ് നേടാൻ എനിക്ക് പറ്റില്ല. ഞാൻ റിബേക്കയല്ല, മിറിയമാണ്. എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരിക. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ ദാവി എന്നെ തേടി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന കുറച്ച് അവനും അറിയണം. നീ ഒരുപാട് മാറിപ്പോയി കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. ആര്യൻ അവളെ നോക്കി. പഴയ എന്നെ നിയന്ത്രിച്ചിരുന്നത്, സന്തോഷിപ്പിച്ചിരുന്നതെല്ലാം ദാവീദിന്റെ സ്നേഹമായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല ആര്യ. അവനില്ലെങ്കിലും ജീവിക്കണം. ഞാനില്ലാതെ അവന് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഭയങ്കര ബോൾഡായ പോലെ ആര്യൻ പറഞ്ഞു. ആര്യ, ഞാനൊരു ലവ് ഫെയിലിയർ കേസൊന്നുമല്ല. അവൾ ചിരിച്ചു. എനിക്കവനെ നഷ്ടമായത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ അവൾ പറഞ്ഞത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. എനിക്കെല്ലാവരുമുണ്ട്, റിബേക്കയ്ക്ക് ആരുമില്ല. മിറിയത്തിനും ഇവായ്ക്കുമിടയിൽ അവൻ കണ്ട വ്യത്യാസം. മിറിയം എല്ലാം കൊണ്ടും സമ്പന്നയാണ്. ബന്ധുബലം, സ്നേഹം, പണം എല്ലാം കൊണ്ടും. റിബേക്കയ്ക്ക് ഒന്നുമില്ല. സോ ഞാൻ ഒഴിഞ്ഞു പോകണം. ഞാനിവിടെ നിന്നാൽ ദാവിക്ക് റിബേക്കയെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോകുന്നതല്ലേ നല്ലത്? അവന്റെ ഇഷ്ടം നടക്കട്ടെ. ആര്യൻ അവളുടെ കൈ പിടിച്ചു.
പക്ഷേ ആര്യ, നീ അവനോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ കേട്ടല്ലോ? കേട്ടു. ശരി, നീ എല്ലാം എടുത്തു വയ്ക്കേ. എനിക്കുമുണ്ട് പാക്ക് ചെയ്യാൻ. ഞാൻ പോവാ നാളെ. ഇനി അവനും അവളും പ്രേമിച്ച് നടക്കുന്നത് കാണാനുള്ള മനക്കട്ടി എനിക്കില്ല മോളെ. അതുകൊണ്ട് ഞാനും നാളെ പോകുക. അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. മറിയം ഒരു ദീർഘനിശ്വാസം വിട്ട് മാറ്റിവെച്ചിരുന്നവയെല്ലാം സ്കാർഫ് വെച്ച കവറിലേക്കിട്ട് അതുമായി ദാവീദിന്റെ മുറിയിലേക്ക് പോയി. ദാവീദും റിബേക്കയും എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ മറിയം ഡോറിൽ തട്ടി. ദാവീദ് അവളെ നോക്കി. അകത്തേക്ക് വന്നോട്ടെ, അവൾ ചോദിച്ചു. നീ എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ദാവീദ് ചോദിച്ചു. അതിനുത്തരം പറയാതെ അവൾ അവനു മുന്നിൽ ആ കവർ വെച്ചു. ഇതെന്താ മറിയം? അവൻ കവറിലേക്ക് നോക്കി. നീ എനിക്ക് വാങ്ങിത്തന്ന സാധനങ്ങളിൽ ചിലതാണ്. ഇനി ഇതെനിക്ക് വേണ്ട. പിന്നെ ഞാൻ അനുവാദം ചോദിച്ചത് പുതിയ അവകാശികൾ വരുന്നിടത്തെല്ലാം പുതിയതാകും ദാവീദ്. അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? മറിയം റിബേക്കയെ നോക്കി. നീ എങ്ങനെ പറയില്ലേ മറിയം? വേണ്ട, നിന്റെ മുൻപിൽ കരഞ്ഞു കാണിക്കാൻ ഞാൻ ഇവളല്ല. എന്നെ അങ്ങനെ നീ കാണുകയും വേണ്ട. അവൾ അവിടെ നിന്നും പോയി. മറിയം പറഞ്ഞത് കേട്ടപ്പോൾ ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്കിത് പിന്നെ നോക്കാം ഇവ, നീ പോയിക്കോ. അവൾ അവിടെ നിന്നും പോയി. നാളെ എല്ലാവരും പോകുന്നതിനാൽ അന്ന് രാത്രി ഏഥൻ ഗാർഡനിൽ ആഘോഷമായിരുന്നു. ദാവീദ് പോയി റിബേക്കയെ കൂട്ടി വന്നു. ഇനി അടുത്ത വെക്കേഷൻ ആകണ്ടേ ഇതുപോലെ എല്ലാവരും ഒത്തുകൂടാൻ, ലക്കി പറഞ്ഞു. അതിനു മുന്നേ നമുക്ക് കൂടാൻ ലക്കിയെങ്കിൽ, മറിയം ആര്യന് പ്ലേറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ? ലക്കി അവളെ നോക്കി. എന്റെ കല്യാണത്തിന്. അവൾ ചിരിച്ചു. പെട്ടെന്ന് ദാവീദ് അവളെ നോക്കി. നീ കല്യാണം കഴിക്കാൻ പോവാണോ? ജാനറ്റ് ആംഗ്യം കാണിച്ചു. പിന്നല്ലാതെ. പപ്പ, എനിക്ക് വേഗം കല്യാണം കഴിക്കണം. പെട്ടെന്നൊരു ചെക്കനെ കണ്ടെത്തണം. അതെന്താ പെട്ടെന്ന്? കേറ ചോദിച്ചു. പെട്ടെന്ന് വേണം. എന്നായാലും എന്നെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. നേരത്തെ ആയാലെന്താ? എങ്കിൽ നോക്കിയേക്കാം അല്ലേ? അക്കു ചിരിച്ചു. അത് കേട്ടപ്പോൾ നഥാൻ കാതറിനെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു. ചെക്കൻ ക്രിസ്ത്യൻ വേണോ അതോ ജൂതനോ? കാതറിൻ ചോദിച്ചു. ജൂതനായിക്കോട്ടെ, കേറ പറഞ്ഞു. അല്ലേ മോളെ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്ക് ആരായാലും കുഴപ്പമില്ല. നിന്നെ നന്നായി നോക്കിയാ മതി, അക്കു പറഞ്ഞു. അത് പറ്റില്ല, ചെക്കന് മലയാളം അറിയണം. എനിക്ക് സംസാരിക്കാനുള്ളതാ. വല്ല ഹീബ്രു ഒക്കെ ആണെങ്കിൽ ഞാൻ ഊമയാണെന്ന് പറഞ്ഞേക്ക്, ആര്യൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. ഷെടാ, നീ ഒരുത്തനെ കണ്ടെത്തി പ്രേമിക്കുമെന്നൊക്കെ കരുതി ഇരിക്കുമായിരുന്നു ഞാൻ. സെഡാക്കിയല്ലോ മോളൂസേ, ആരോൺ പറഞ്ഞത് കേട്ടപ്പോൾ മറിയം ദാവീദിനെ നോക്കി. അവനും. അതോ, എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, അയാൾക്കെന്നെ ഇഷ്ടമാകണ്ടേ? മറിയം ഉറക്കെ ചിരിച്ചു. അതേതവനാ മോളെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞവൻ? ലക്കി ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതാ അങ്കിൾ, അവൾ ചിരിച്ചു. ദാവി, നീ കേട്ടില്ലേ സേറ പറഞ്ഞത്? നീ എന്താ മിണ്ടാത്തത്? ലക്കി അവനെ നോക്കി. ഇവളുടെ കെട്ടെങ്ങാനും ഉറപ്പിച്ചാൽ പണ്ടത്തെ പോലെ കെട്ടിപ്പിടിക്കാനും ട്രിപ്പ് പോവാനൊന്നും പറ്റില്ലേ? ദാവീദ് ഒന്നും പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അവന്റെ മനസ്സിൽ മറിയം തീ കോരിയിട്ടു. ഭക്ഷണം കഴിച്ചും സംസാരിച്ചും ചിരിച്ചും സമയം പോയി. റിബേക്കയെ വീട്ടിലാക്കാൻ പോയതായിരുന്നു ദാവീദ്. ദാവി, നിനക്ക് സങ്കടമുണ്ടോ സേറ പോകുന്നതിൽ? സങ്കടമില്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. പക്ഷെ കുഴപ്പമില്ല, ഞാനില്ലേ നിനക്ക്? അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഇന്ന് സേറ പറഞ്ഞതെല്ലാം നിന്നെ കുത്തി നോവിക്കാനായിരുന്നു. അവൾക്ക് എത്ര പെട്ടെന്നാ നീ ശത്രുവായത്. വിഷമിക്കരുത്, ഞാനുണ്ടാകും എപ്പോഴും. ഗുഡ് നൈറ്റ്. ദാവീദ് അവിടെ നിന്ന് പോയി. ബംഗ്ലാവിലേക്ക് നടക്കുമ്പോൾ മറിയം ഗാർഡനിലിരിക്കുന്നത് അവൻ കണ്ടു. മറിയം, എന്താ ദാവീദ്? കുറച്ചു നേരത്തെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. കല്യാണം കഴിക്കണമെന്നത് എന്നെ വേദനിപ്പിക്കാനല്ലേ? നിന്നെ വേദനിപ്പിക്കാനോ? ഞാൻ വിവാഹം കഴിക്കുന്നതിന് ദാവീദ് നഥാൻ ഏതൻ എന്തിനാ വേദന? വേദനയുടെ ആഴം കാണിച്ച് നീ എന്നെ പേടിപ്പിക്കരുത് ദാവീദ്. അത് നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും കൂടുതലാണ് ഞാൻ അനുഭവിക്കുന്നത്. പിന്നെ എന്റെ വിവാഹം അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം ദാവീദ്. ഈ ഏതൻ ഗാർഡനിൽ ഞാൻ കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരു ജീവിതമുണ്ട്. അതെല്ലാം പാതിയിൽ നിന്ന് പോയെന്ന് നീ എന്നെ കൊന്നെന്ന് എനിക്ക് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് നാളെ തെളിഞ്ഞ മനസ്സുമായി വേണം എനിക്ക് പോകാൻ. സോ പ്ലീസ് ലീവ് മീ അലോൺ. ദാവീദ് ഒന്നും പറയാതെ അകത്തേക്ക് പോയി. മറിയം അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. സേറ, കാതറിൻ അവിടേക്ക് വന്നു. എന്താ കേറ്റ് രാജകുമാരി? അവൾ ചിരിച്ചു.
എന്താ മോളെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല ആൻറ്റി, നാളെ പോവല്ലേ, ഇനി എന്നാ വരികയെന്നറിയില്ലല്ലോ. മോള് വരും, ഇങ്ങോട്ട്, ആൻറ്റിക്ക് ഉറപ്പുണ്ട്. മെറിയം അവളെ നോക്കി ചിരിച്ചു. നേരം ഒരുപാടായി, മോള് പോയി കിടക്ക്, നാളെ നേരത്തെ പോകാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ് ആൻറ്റി. അവൾ റൂമിലേക്ക് പോയി. എസ്തേർ, ഉറക്കത്തിൽ മെറിയം വിളി കേട്ടു. എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ വിട്ടു പോകരുത്, എൻ്റെ അടുത്തേക്ക് വരൂ. പെട്ടെന്ന് മെറിയം കണ്ണു തുറന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഹാളിലേക്ക് ചെന്ന് ഇരുട്ടത്ത് കോണിപ്പടികൾ കയറി. അവൾക്ക് മുന്നിൽ തുറന്നു കിടന്ന റൂമിലേക്ക് അവൾ കയറിയതും വാതിലടഞ്ഞു. എസ്തേർ, ഇമ്മാനുവേൽ, അവൾ വിളി കേട്ടു. എന്നെ വിട്ടു പോവുകയാണോ? പറഞ്ഞയക്കുന്നു, പോകാതെ പറ്റില്ല. ആ ശബ്ദത്തോട് അവൾ മറുപടി പറഞ്ഞു. പോയാലും ഞാൻ വരും, നമ്മുടെ മണ്ണിലേക്ക്, നിന്റെയും എന്റെയും ജന്മഭൂമിയിലേക്ക്, നമ്മൾ കണ്ടുമുട്ടിയ ഇടത്തേക്ക്, നമ്മൾ കൈകോർത്ത് നടന്ന വഴികളിലേക്ക്. കാത്തിരിക്കില്ലേ നീ? കാത്തിരിക്കും ഇമ്മാനുവൽ. ഇത്രയും വർഷങ്ങൾ, യുഗങ്ങൾ ഞാൻ കാത്തിരുന്നില്ലേ, ഇനിയും കാത്തിരിക്കും. ആരും എന്തും പറഞ്ഞോട്ടെ, ഈ ലോകം നിന്നെ എന്തു വേണമെങ്കിലും കരുതിക്കോട്ടെ, എനിക്കറിയാം നിന്നെ, നിന്റെ സ്നേഹത്തിന്റെ ആഴവും. നമ്മളിനി അവിടെ കണ്ടുമുട്ടിയാൽ മതി, നമ്മുടെ മണ്ണിൽ. ഇമ്മാനുവൽ ഏത്തനും എസ്തേറുമായി. ഇമ്മാനുവൽ, എനിക്ക് നിന്റെ ശബ്ദമല്ല, നിന്നെ കാണണം. മെറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നോക്കി നിൽക്കെ ഇമ്മാനുവൽ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. മെറിയം ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചതും ദാവീദ് എഴുന്നേറ്റു. ഇമ്മാനുവൽ, നാളെ മെറിയത്തിനൊപ്പം ഞാൻ പോകും. ഞാൻ അവിടെ ഉണ്ടാകും, നീ വരുന്നതും കാത്ത്. ഇവർ ഒന്നായാലേ നമുക്കൊന്നാകാൻ കഴിയൂ. അറിയാം എസ്തേർ, പക്ഷേ ഇവർക്ക് മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. അത് അവർ തന്നെ തരണം ചെയ്യണം. നമുക്ക് തിരിച്ചിവിടേക്ക് വരണം, നമ്മൾ മാത്രം ഇവിടെ. ഇനിയും സാത്താന്റെ വഴിയിലേക്ക് പോകാതെ ഇമ്മാനുവൽ ഏത്തന്റെ സ്വന്തമായി. എനിക്ക് ഇനിയും ജീവിതങ്ങൾ ഒരുപാട് വേണം. അവൾ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു നിന്നു. ദാവീദ് അവന്റെ നെഞ്ചിൽ കൈവച്ചു. ഇതെന്താ ഇങ്ങനെ? അവൻ ആലോചിച്ചു. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ കേറയും കാതറിനും മെറിയത്തെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നഥാ, എഴുന്നേറ്റേ, സെറ മോളെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ, ഇവിടെ എല്ലാം നോക്കി. ദാവി! ആര്യൻ ചെന്ന് ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. എന്താടാ? സെറയെ കാണാനില്ല. വിറയ്ക്കുന്ന വാക്കുകളോടെ ആര്യൻ പറഞ്ഞു. കാണാനില്ലെന്നോ? ദാവീദ് എഴുന്നേറ്റു. ഇല്ല, എല്ലായിടത്തും നോക്കി, പള്ളിയിലും ഗാർഡനിലും കോളേജിലും ഒന്നും അവളില്ല. ദാവീദ് എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നു. എന്താ അബ്ബാ? ദാവീദ് നഥാനെ നോക്കി. കാലത്ത് വിളിക്കാൻ ചെന്നപ്പോൾ മോള് റൂമിലില്ല, എല്ലായിടത്തും നോക്കി. കേറ കരഞ്ഞു. കരയിലെ കേറ, അവൾ എവിടെ പോകാനാ? ലക്കി പറഞ്ഞു. മുകളിൽ നോക്കിയോ? ദാവീദ് ചോദിച്ചു. മുകളിലെ മുറിയെല്ലാം പുറത്തുനിന്ന് ലോക്ക്ഡല്ലേ മോനെ, അക്കു പറഞ്ഞു. ദാവീദ് സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി. അവർ അവന് പിന്നാലെ ചെന്നു. നോക്ക് ദാവി, ഡോറെല്ലാം പുറത്തുനിന്ന് ലോക്ക്ഡാണ്, ആരോൺ പറഞ്ഞു. അവൾ എവിടെ പോയി? ഞാൻ ഗേറ്റിന് പുറത്തൊക്കെ നോക്കട്ടെ. ആര്യൻ സ്റ്റെപ്സ് ഇറങ്ങി. ദാവീദ് അപ്പോഴേക്കും ഒരു മുറിക്ക് മുന്നിൽ നിന്ന് വാതിൽക്കലേക്ക് നോക്കി. അബ്ബാ, ഈ ഡോറിന്റെ കീ എവിടെ? എന്തിനാ ദാവി? ഇതിനകത്തുണ്ടവൾ, ദാവീദ് പറഞ്ഞു. ഇതിനകത്തോ? ഇത് പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയല്ലേ, കാതറിൻ പറഞ്ഞു. അവൾ ഇതിനകത്തുണ്ട്. അബ്ബാ, ഇതിന്റെ കീ എടുത്തു വാ. ദാവീദിന്റെ ശബ്ദമുയർന്നു. നഥാൻ ചെന്ന് കീ എടുത്തു വന്ന് അവന് കൊടുത്തു. അവൻ ഡോർ തുറന്നു. ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു മെറിയം. മോളെങ്ങനെ ഇവിടെ? അക്കു എല്ലാവരെയും നോക്കി. മെറിയം, മെറിയം. ദാവീദ് അവളെ തട്ടി വിളിച്ചു. ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ ഇമ്മാനുവൽ. മെറിയം തിരിഞ്ഞ് അടുത്തിരുന്ന ദാവീദിന്റെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇമ്മാനുവൽ, ലക്കി സ്വയം പറഞ്ഞു. സേറ, കാതറിൻ അവളെ വിളിച്ചു. മോളെ. ആ? മെറിയം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി. എന്താ എല്ലാവരും കൂടി എന്റെ റൂമിൽ? നീ എങ്ങനെ മോളെ ഈ റൂമിൽ വന്നേ? കേറ ചോദിച്ചു. ഇതെന്റെ റൂം. അവൾ ചുറ്റും നോക്കി. ഞാനെങ്ങനെ ഇവിടെ വന്നു? അവൾ അവരോട് ചോദിച്ചു. അതുതന്നെയാ നിന്നോട് ഞങ്ങൾ ചോദിച്ചത്, ആരോൺ പറഞ്ഞു. പുറത്ത് നിന്ന് ലോക്കായ റൂമിൽ നീ എങ്ങനെ വന്നെന്ന്? അറിയില്ല ആരോൺ, ഞാൻ എന്റെ റൂമിലാണ് കിടന്നത്, പിന്നെങ്ങനെ ഞാനിവിടെ വന്നത്? അവൾ എല്ലാവരെയും നോക്കി.
എന്തെങ്കിലും ആകട്ടെ, മോള് ചെന്ന് ഫ്രഷ് ആയിക്കേ, പോകണ്ടേ നമുക്ക്, അക്കു പറഞ്ഞു. ശരി പപ്പ. അവൾ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. പിന്നാലെ ആരോണും ദാവീദും. നദാ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മോൾ എങ്ങനെയാ ഇമ്മാനുവൽ എന്ന് പറഞ്ഞത്? അക്കു അവനെ നോക്കി. ചിലപ്പോ വല്ല സ്വപ്നം കണ്ടതാണെങ്കിലോ, ലക്കി ചോദിച്ചു. ഓക്കേ, സ്വപ്നമാകും. ബട്ട് പുറത്തു നിന്ന് ലോക്ക് ചെയ്ത റൂമിൽ സേറ എങ്ങനെ എത്തി? കേറ ചോദിച്ചു. അറിയില്ല കേറ, നഥാൻ പറഞ്ഞു. പണ്ടത്തെ പലതും ആവർത്തിക്കുകയാണോ ഇനി? അക്കു എല്ലാവരെയും നോക്കി. എന്തായാലും ഇന്ന് നിങ്ങൾ പോവുകയല്ലേ? മോൾക്ക് അവിടെയും ഇങ്ങനെയും വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ക്യാഥറിൻ പറഞ്ഞു. അക്കു മോളി. അവൾ ഗേറ്റിന് പുറത്തൊന്നുമില്ല. ആര്യൻ ഹാളിലേക്ക് വന്നു. എവിടെ പോയോ എന്തോ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? ഹാളിലിരിക്കുന്ന ആരോണിനോടും ദാവീദിനോടും അവൻ പറഞ്ഞു. നീ എന്താ വൈകിയത്? ആരോൺ ചോദിച്ചു. ഞാൻ ഓടി എൻ്റെ മമ്മയുടെ വീട് വരെ എത്തി. അവിടെ എത്തിയപ്പോൾ വല്യമ്മച്ചി പുട്ടും കടലക്കറിയും ഉണ്ടെന്ന് പറഞ്ഞു. നല്ല വിശപ്പുള്ള കാരണം അതൊന്ന് കഴിച്ചു. അത് കേട്ടപ്പോൾ ആരോണും ദാവീദും പരസ്പരം നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും അവളെ കണ്ടെത്താൻ? എനിക്ക് പേടിയാവുന്നു. നിനക്കൊന്നും എന്താ ടെൻഷനില്ലാത്തേ? മെറിയം കുളിക്കാൻ കയറിയിരിക്കുക, ദാവീദ് പറഞ്ഞു. അവളെ കിട്ടിയോ? എവിടായിരുന്നു അവള്? അവൾ മുകളിലെ റൂമിലായിരുന്നു. ആരോൺ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. ഓ, സമാധാനമായി. ആര്യൻ സോഫയിലിരുന്നു. എന്നാലും എൻ്റെ ആര്യ, അവളെ അന്വേഷിച്ചു പോയി നീ പുട്ടും കടലയും കയറ്റിയല്ലോ, ആരോൺ പറഞ്ഞു. അതേടാ, ഇവിടെ നിന്ന് എൻ്റെ മമ്മയുടെ വീട് വരെ ഓടി ഞാൻ, നിൽക്കാതെ. എനിക്ക് വിശന്നു. പിന്നെ നിനക്കൊക്കെ എന്താ? അവളെ എനിക്കെൻ്റെ സ്വന്തം അനിയത്തിയ. കാണാതായാൽ എനിക്ക് വേദനിക്കും. അവൾക്ക് വേദനിച്ചാൽ എനിക്ക് നോവും. ചിലരെ പോലെ സ്നേഹവും പൊസസീവ്നെസ്സും കാണിച്ചു കൂട്ടി അവസാനം അതിനെ നോവിക്കാൻ എനിക്കാവില്ല. ആര്യൻ ദാവീദിനെ ഒന്ന് നോക്കി എഴുന്നേറ്റ് പോയി. ആരോൺ ദാവീദിനെ നോക്കി. നിനക്കെന്നോട് ദേഷ്യമില്ലേ ആരോൺ? എന്തിന്? ഞാൻ ദേഷ്യം കാണിച്ചാലും നീ തീരുമാനം മാറ്റില്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ നമുക്കിടയിലുള്ള ബന്ധം ദേഷ്യം കാണിച്ച് നശിപ്പിക്കുന്നത്? അവൻ ചിരിച്ചു. കുളി കഴിഞ്ഞിറങ്ങി മിറിയം കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ഗുഡ് ബൈ ദാവീദ്, അവൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞു. സാറാ, പോകണ്ടേ മോളെ, നേരം ഒരുപാടായി. രാത്രിക്ക് മുൻപേ വീട്ടിലെത്തണം, കേറ വന്നു പറഞ്ഞു. യെസ് മമ്മ. അവൾ മുടി ചീകി ഒതുക്കി. പെട്ടെന്ന് എന്തോ ഓർത്ത് അവൾ റൂമിന് പുറത്തേക്ക് പോയി. മമ്മ, ഞാനൊന്ന് പള്ളിയിൽ പോയേച്ച് വരാം. ഇപ്പോഴോ? ജസ്റ്റ് ഹാഫ് മിനിറ്റ് മമ്മ, വേഗം വരാം. എൻ്റെ ബാഗെല്ലാം സെറ്റ് ചെയ്ത് ബെഡിൽ വെച്ചിട്ടുണ്ട്. ആരോൺ അതെടുത്ത് കാറിൽ വെക്കുമ്പോഴേക്കും ഞാൻ എത്തും. അവൾ പുറത്തേക്ക് ഓടി. പള്ളിയിലെത്തി അവൾ മുട്ടുകുത്തി നിന്നു. കർത്താവേ, എൻ്റെ പ്രാണനെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. എൻ്റേതല്ലെങ്കിലും അവനെ നീ കാത്തോളണമേ. അവൾ കുരിശ് വരച്ചെഴുന്നേറ്റു. പുറത്തേക്കിറങ്ങിയപ്പോൾ അവൾ റിബേക്ക വരുന്നത് കണ്ടു. റിബേക്ക അവളെ നോക്കി ഒന്ന് ചിരിച്ചു. സേറ പോവുകയാണല്ലേ? അതെ, പോവുകയാ. അവൾ ചിരിച്ചു. ഉള്ളിൽ സങ്കടം വെച്ച് ചിരിക്കാൻ ഒരു കഴിവ് വേണം സേറ. ഉള്ളിൽ വിഷം നിറച്ച് പുറത്ത് നല്ലവൾ ചമയാൻ അതിനേക്കാൾ കഴിവ് വേണം റിബേക്ക ഇവ ആൽവിൻ. അതെ, അതെന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെയാ എനിക്കെന്റെ ദാവീദിനെ കിട്ടിയതും. കിട്ടിയതെന്നല്ല, തട്ടിയെടുത്തത്. എന്റേതെന്ന് എപ്പോഴും നീ എന്നോട് പറയുന്നത് നിനക്ക് തന്നെ അറിയാം. ഏത് നേരവും അവൻ നിന്നെ വേണ്ടെന്ന് വെക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് നീ സ്വയം ആശ്വസിച്ചോളൂ. റിബേക്ക ചിരിച്ചു. ഞാനൊന്ന് വാശി പിടിച്ചാൽ ദാവീദ് നിന്നെ വേണ്ടാന്ന് വയ്ക്കും, എന്നെ സ്വീകരിക്കും. പക്ഷേ ഒന്നും വാശി പിടിച്ച് നേടരുതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ദാവീദ് തന്നെയാ. നിന്നോടുള്ള പ്രേമമൂത്ത് അവൻ നിന്നെ സ്വീകരിച്ചതൊന്നുമല്ല. നിനക്ക് കഴിയുമെങ്കിൽ നീ അവൻ എന്നോടുള്ള സ്നേഹത്തിന്റെ ഒരംശം പോലും കുറയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കേ. എനിക്ക് എളുപ്പം കഴിയുന്ന കാര്യമാണത്. ദാവീദ് ഒരു പാവമാണ്, പെട്ടെന്ന് എന്തും വിശ്വസിക്കും. റിബേക്ക ചിരിച്ചു. അത് ദാവീദ്, നിനക്കറിയാവുന്ന ദാവീദ്. പക്ഷേ അവനൊരു ഏത്തനാണ്. അവനെല്ലാം പെട്ടെന്ന് വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോകും. കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കും. ഇനി എന്നെങ്കിലും നമ്മൾ കാണുമ്പോൾ ദാവീദ് എൻ്റെ ആയിരിക്കും. മെറിയം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ബംഗ്ലാവിലേക്ക് നടന്നു. ആരോൺ ബാഗെല്ലാം കാറിൽ വെച്ചു. അപ്പോൾ പോട്ടടാ, കാണാം. അക്കു നഥാന് കൈ കൊടുത്തു. കാണാം ഗേറ്റ്, കേറ പറഞ്ഞു. അങ്കിൾ, ഞാൻ പോവാണേ. മെറിയം നഥാനെ കെട്ടിപ്പിടിച്ചു. പോയി നല്ല കുട്ടിയായി വാ, നഥാൻ പറഞ്ഞു. ഞാൻ പോവാട്ടോ ആൻറ്റി. അവൾ കേദറിനെ കെട്ടിപ്പിടിച്ചു.
പോയി വരാമെന്ന് പറയേ. കാതറിൻ അവൾക്ക് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ഓക്കെ ദാവീദ്, കാണാം. അവൾ അവന് കൈനീട്ടി. അവൻ അവളുടെ കൈ പിടിച്ചു. അവർ പരസ്പരം നോക്കി. മറിയം കൈവലിക്കുവാൻ ശ്രമിച്ചപ്പോഴും ദാവീദ് മുറുകെ പിടിച്ചു. മറിയം എല്ലാവരെയും നോക്കി. അവരെല്ലാം യാത്ര പറയുന്ന തിരക്കിലായിരുന്നു. അവൾ ദാവീദിനെ നോക്കി ഒന്നുകൂടി കൈവലിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ കൈയിൽ മുറുകെ പിടിച്ചു. അവൾ മറ്റേ കൈ കൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് അടർത്തി മാറ്റി. അപ്പോ ശരി, ലക്കി എല്ലാവരെയും നോക്കി പറഞ്ഞു. ഒരുപാട് മിസ് ചെയ്യും നിന്നെ. ആര്യൻ മറിയത്തെ കെട്ടിപ്പിടിച്ചു. ഞാനിനി ഫോണിലൂടെ വഴക്കിടാമേ സെറാപ്പി. ഫോണിലേക്ക് എങ്ങാനും വിളിച്ചാൽ സുട്ടിടുവേ ഉന്നെ. എല്ലാവരും കാറിൽ കയറി. മറിയം കാറിൽ കയറാൻ ഡോർ തുറന്ന് ബംഗ്ലാവിലേക്ക് നോക്കി. നഥാനും കാതറിനും അവൾക്ക് നേരെ കൈവീശി യാത്ര പറഞ്ഞു. അവൾ ദാവീദിന്റെ മുഖത്തേക്ക് നോക്കി. ദാവീദ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഡോർ അടച്ച് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കാറിൽ നിന്ന് എല്ലാവരും അവരെ നോക്കി. അവൾ വേഗം അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോവാ ദാവി. അവൾ അവനെ വിട്ടു. ബൈ. അവൾ ഓടിച്ചെന്ന് കാറിൽ കയറി. കാറുകൾ പോയിട്ടും ദാവീദ് അവിടെ തന്നെ നിന്നു. മറിയം കാറിലിരുന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി. ഏതൻ ഗാർഡനിന്റെ ഗേറ്റ് കടന്നപ്പോൾ അവൾ വിൻഡോയിലൂടെ തിരിഞ്ഞു നോക്കി. ആരോൺ അവളുടെ കൈന്മേൽ കൈവച്ചപ്പോൾ അവൾ അവന്റെ തോളിൽ ചാഞ്ഞിരുന്നു. ഒരു ഡിസംബർ മാസം. ഈ ലോകം മുഴുവൻ ദൈവപുത്രന്റെ ജന്മദിനത്തിനായി കാത്തിരിക്കുന്നു. മറിയം ഇസ്രായേലിൽ പോയി 4 മാസത്തോളമായി. ഏതൻ ഗാർഡന് ചുറ്റും പതിവിന് നേരത്തെ മഞ്ഞിറങ്ങി തുടങ്ങിയിരുന്നു. ദാവീദ് മഞ്ഞിലൂടെ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു. കോളേജിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ അവൻ നിന്ന് മരങ്ങൾക്ക് മുകളിലേക്ക് നോക്കി. നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാം. ഈ മരങ്ങളുടെ അറ്റത്ത് പോയി നിൽക്കാം. ഈ കോടമഞ്ഞ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. മറിയം പറഞ്ഞത് അവന് ഓർമ്മ വന്നു. നിന്നെ കാണാതിരുന്നാൽ നിന്നെ മറക്കുമെന്ന് കരുതിയ ഞാനൊരു മണ്ടൻ തന്നെയാ പഗ്. മറക്കാൻ ശ്രമിക്കും തോറും നീ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോവുകയാ. ഐ റിയലി മിസ് യു പഗ്. ദാവീദ് കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി നടന്നു. ദാവി വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. മറിയം. അവൻ ചെടികൾക്കിടയിൽ അവനെ നോക്കി കൈവീശുന്ന മറിയത്തെ കണ്ടു. ദാവി. അവൾ ഉറക്കെ വിളിച്ച് കൈകൾ അവന് നേരെ നീട്ടി. മറിയം. അവൻ ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിച്ചു. എപ്പോ വന്നു നീ? എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഇത്ര പെട്ടെന്നോ? ഇന്ന് കാലത്തല്ലേ നമ്മൾ ഒരുമിച്ച് ലൈബ്രറി പോയത്? ശബ്ദം കേട്ട് ദാവീദ് നോക്കിയപ്പോൾ റിബേക്കയായിരുന്നു. ദാവീദ് അവളെ വിട്ട് തിരിഞ്ഞു നടന്നു. ദാവി, എനിക്ക് നിന്നെ മിസ് ചെയ്തു. അതാ നിന്നെ കാണാൻ ഇറങ്ങിയത്. നോക്കുമ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയേ. മമ്മ പറഞ്ഞു വേഗം കല്യാണം നടത്താമെന്ന്. അതെന്താ നിന്റെ മമ്മയ്ക്ക് ഇത്രയ്ക്ക് തിടുക്കം? അറിയില്ല. മമ്മ പറഞ്ഞു വേഗം നടത്താൻ ദാവി. മമ്മ ഒരാഗ്രഹം പറഞ്ഞതല്ലേ. എനിക്ക് മമ്മയും അബയുമുണ്ട്. ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എതിർത്തില്ല എന്ന് വെച്ച് എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യില്ല. ഞാൻ ഇസ്രായേൽ പോയാലോ എന്ന് ആലോചിക്കുക ഇപ്പോൾ. എന്തിന്? അറിയില്ല. അവിടേക്ക് ചെല്ലണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞാൽ ഞാൻ പോകും. സേറയെ കാണാനാകുമല്ലേ? റിബേക്ക ചോദിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈയിടെയായി എൻ്റെ ചിന്തകളിൽ, എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ഇസ്രായേലാണ്. എന്നെ അവിടെ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ. വേറെ ആരാകാനാ? സേറ തന്നെ ആകും. ഇവിടെ നിന്ന് പോകുന്ന അന്ന് സേറ എന്നെ വിളിച്ചിട്ടാ പോയത്. ഇനി ഞാനും അവളും കാണുമ്പോൾ നീ അവളുടേതാകുമെന്ന്. എനിക്കറിയാം നിനക്ക് അവളെയാ ഇഷ്ടമെന്ന്. ഇവാ വേണ്ട. എനിക്ക് മനസ്സിലാകും. ഞാനൊരു മണ്ടി. നിന്നെ വിശ്വസിച്ചു പോയി. സാരമില്ല. നിനക്ക് സേറയാണ് ഇഷ്ടമെങ്കിൽ അവളെ തന്നെ സ്വീകരിക്കണം. ഞാൻ മാറിത്തരാം. നീ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഒറ്റയ്ക്കായി എനിക്ക് എല്ലാം നീയായിരുന്നു. പക്ഷേ വേണ്ട. ശരി ദാവി, ഞാൻ പോവാം. അവൾ പോകാൻ തിരിഞ്ഞതും ദാവീദ് അവളുടെ കൈ പിടിച്ചു. ഞാൻ സേറയെക്കുറിച്ച് ആലോചിച്ചല്ല പോകുന്നത്. അതെൻ്റെ മണ്ണാണ്. എനിക്കവിടെ പോകാതിരിക്കാനാകില്ല. പോകണം. പോകുന്നത് പോലെ തന്നെ ഞാൻ വരും. പോയി വന്ന ഉടൻ നമ്മുടെ വിവാഹം നടത്താം. പോരെ? സത്യം? അവൻ മൂളി. താങ്ക്സ് ദാവി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ വിശ്വാസമാ. ഇനി നീ സേറയെ കണ്ടാലും എന്നെ മറക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ് നിന്റെ. ഓർമ്മയുണ്ടല്ലോ? നമുക്കത് അടിച്ചു പൊളിക്കണം. ഓക്കെ, നീ പോയിക്കോ.
ഞാൻ കുറച്ചു നേരം നടക്കട്ടെ. ശരി, ബൈ. അവൾ വീട്ടിലേക്ക് നടന്നു. മറിയം സേറ അബ്രഹാം പേര് വിളിച്ചപ്പോൾ അവൾ കോളേജിലെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് തന്റെ കാർഡ് കൊടുത്തു. അവർ കാർഡിനൊപ്പം ഒരു ബില്ല് തിരിച്ചു കൊടുത്തു. താങ്ക്സ്. അവൾ വാങ്ങി ബാഗിൽ വെച്ച് പുറത്തേക്കിറങ്ങി വരാന്തയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ദൂരെ ഗലീലിയൻ മലനിരകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് അവൾ കണ്ടു. തണുത്ത കാറ്റ് വന്ന് അവളുടെ മുടികളിൽ തലോടിപ്പോയി. താഴെ അങ്ങിങ്ങായി കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. മെല്ലെ വരാന്തയിലൂടെ അവൾ നടന്നു. 4 മാസം, ഒരു മെസ്സേജ് പോലുമില്ലാതെ അവൾ പടികളിറങ്ങി കോളേജിന് മുന്നിലെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. മറിയം സാറ! 2-3 കുട്ടികൾ അവളുടെ അടുത്ത് വന്നിരുന്നു. അവർ ഹീബ്രുവിൽ എന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. മറിയം സാറ, നമുക്ക് പുതിയ സാർ വരുന്നു, ക്രിസ്മസിന് ശേഷം. അവരിൽ ഒരാൾ അവളോട് പറഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അവൾ ചോദിച്ചു. അതൊക്കെ അറിയാനാണോ ബുദ്ധിമുട്ട്? ഒരു പെൺകുട്ടി ചിരിച്ചു. വീണ്ടും അവർ എന്തൊക്കെയോ പരസ്പരം സംസാരിച്ചു. മറിയം അതിലൊന്നും ശ്രദ്ധിച്ചില്ല. മറിയം സാറ, ക്രിസ്മസിന് എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഹോളിഡേ അല്ലല്ലോ. നൈറ്റ് വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻ കാണും, ദാറ്റ്സ് ഓൾ. ഓക്കെ, നീ കോഫി കുടിക്കാനുണ്ടോ? അവരിൽ ഒരാൾ ചോദിച്ചു. നോ, നിങ്ങൾ പോയിക്കോളൂ. അവർ പോയപ്പോൾ അവൾ ദൂരേക്ക് നോക്കിയിരുന്നു. ദാവീദിന്റെ ബർത്ത്ഡേ. അവൾ എഴുന്നേറ്റ് നടന്നു. കുത്തനെയുള്ള ഒരു വഴിയിലൂടെ താഴേക്ക് അവൾ ഒറ്റയ്ക്ക് നടന്നു. ഓരോ ബർത്ത്ഡേക്കും ആദ്യം ഞാനായിരുന്നു വിഷ് ചെയ്തിരുന്നത്. ഇത്തവണ അത് വേണ്ട. അവർ ഒരുമിച്ച് ആഘോഷിക്കുകയായിരിക്കും. ശല്യമാകണ്ട. അവൾ നടന്ന് മെയിൻ റോഡിലെത്തി ഷോപ്പിൽ നിന്ന് ഐസ്ഡ് കോഫി വാങ്ങി ലൈൻ ബസ്സിൽ കയറി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. ഹലോ ആര്യ, എവിടെയാ സെറാപ്പി? ക്ലാസ് കഴിഞ്ഞോ ഇന്നത്തെ? യെസ്, വീട്ടിലേക്ക് പോവുക. നീ എന്തെടുക്കുക? ഞാൻ ക്ലാസ് കഴിഞ്ഞ് കോളേജ് ഗ്രൗണ്ടിലാ. കോളേജ് നാളെ അടയ്ക്കും. ക്രിസ്മസ് സെലിബ്രേഷൻ. ഞാൻ ഏത്തൻ ഗാർഡന് പോവാ. ദാവി വിളിച്ചിരുന്നു. ബർത്ത്ഡേ അല്ലേ അവൻ്റെ, വരാൻ പറഞ്ഞു വിളിച്ചു. അവൾ മൂളി. താല്പര്യമില്ല, എന്നാലും അവൻ വിളിച്ചതല്ലേ, അതാ ഞാൻ. പോകണം, ഇല്ലെങ്കിൽ അവന് വിഷമമാകും. നിന്റെ വിഷമങ്ങളുടെ കണക്ക് ആരാ എടുക്കുക? എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഇവിടെയുള്ള ചെക്കന്മാരെയൊക്കെ വായി നോക്കി ആ വിഷമം തീർക്കുന്നുണ്ട്. അവൾ ചിരിച്ചു. ശരി ശരി, എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്ത് തനിക്കിറങ്ങേണ്ട ഇടമായപ്പോൾ ബസ്സിൽ നിന്നിറങ്ങി നടന്നു. തണുപ്പ് തുടങ്ങിയിരുന്നു. ജനുവരി ആകുമ്പോഴേക്കും ഞാൻ തണുത്ത് മരിക്കുമല്ലോ കർത്താവേ. അവൾ ഗേറ്റിന് മുൻപിലെത്തിയപ്പോൾ 2 പേര് ഡോർ തുറന്ന് അവളെ നോക്കി തല താഴ്ത്തി. അവൾക്ക് മുന്നിൽ കൊട്ടാരം പോലൊരു വീടുണ്ടായിരുന്നു. ഏതൻ കുടുംബം. അവൾ അവിടേക്ക് നടന്നതും ഒരാൾ ഓടി വന്ന് അവൾക്ക് മുന്നിൽ നിന്ന് കൈനീട്ടിയപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അയാൾ അവളുടെ ബാഗ് വാങ്ങാൻ വന്നതായിരുന്നു. അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചു പേർ ആ വിശാലമായ ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ആരോ എന്തോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ മിറിയത്തിനുള്ള ഭക്ഷണവുമായി വന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞ് പടികൾ കയറി റൂമിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്ത്രീ റൂമിലേക്ക് വന്നു. അവർ ഹീബ്രുവിൽ എന്തോ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവൾ താഴേക്ക് ചെന്നു. മെറിയം എന്താ ഒന്നും കഴിക്കാത്തത്? കെയ്റയുടെ അച്ഛൻ ചോദിച്ചു. വേണ്ട, വിശപ്പില്ല. അവൾ അയാളെ നോക്കി. അയാൾ അടുത്ത് നിന്ന ആളോട് പറഞ്ഞപ്പോൾ അയാൾ അകത്തേക്ക് പോയി. ഒരു സ്ത്രീ ഒരു ഗ്ലാസ് പാലുമായി അവിടേക്ക് വന്നു. മെറിയം അതെടുത്ത് അയാൾക്കടുത്തിരുന്നു. എന്താ ചിരിക്കാത്തത്? അയാൾ ഹീബ്രുവിൽ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. മമ്മയും അബ്ബയും എവിടെ പോയി? എന്തായിരുന്നു ഇവിടെ എല്ലാവരും കൂടി ചർച്ച? ചർച്ച കുറച്ച് പ്രാധാന്യമുള്ളതാണ് മെറിയം. നീ സമയമാകുമ്പോൾ അറിയും. നാളെ ക്ലാസ് ഇല്ലെങ്കിൽ സിനഗോഗിൽ പോകണം, പ്രാർത്ഥിക്കണം. കേട്ടല്ലോ? കേട്ടു. അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. സിനഗോഗിൽ നിന്നിറങ്ങാൻ മെറിയം ഒരുപാട് വൈകി. രാത്രിയായല്ലോ, നേരം ഇത്രയൊക്കെ ആയോ? അവൾ പുറത്തിറങ്ങിയപ്പോൾ പാർക്കിങ്ങിൽ ഒരു കാറുമില്ലായിരുന്നു. കാർ എവിടെ പോയി? അവൾ ചുറ്റും നോക്കി. മൊബൈൽ കാറിലാണല്ലോ, എന്തു ചെയ്യും? അവൾ സിനഗോഗിന്റെ മുന്നിലേക്ക് ഓടി. അവൾ നോക്കി നിൽക്കെ സിനഗോഗിന്റെ വാതിലടഞ്ഞു. കാറ്റ് മെല്ലെ വീശി തുടങ്ങി. അവൾ ചുറ്റും നോക്കി. പപ്പാ! അവൾ ഉറക്കെ വിളിച്ചു. അവൾക്ക് മുന്നിൽ ആകെ ഇരുട്ടായിരുന്നു. മെറിയം! ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി.
ആരാ? അവൾ ചോദിച്ചു. ദൈവപുത്രനെ കാത്തിരിക്കുന്ന നിന്നെ കൊണ്ടുപോകാൻ വന്ന സാത്താന്റെ പുത്രൻ. അവൻ ചിരിച്ചു.